സ്റ്റീഫൻ ഹോക്കിംഗ്, തടസ്സങ്ങൾക്ക് അതീതമായ പ്രതിഭ. സ്റ്റീഫൻ ഹോക്കിംഗ് ലോകം കണ്ട അതിബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. 21 വയസ്സിൽ അദ്ദേഹത്തിന് ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ട നാഡികളിൽ അപൂർവവും ഗുരുതരവുമായ ഒരു രോഗം ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നുപോയി. സ്റ്റീഫൻ ഇനി അധികകാലം ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ ആ പ്രവചനങ്ങളെയൊക്കെ മറികടന്ന് ഹോക്കിംഗ് 50 വർഷത്തിലധികം ജീവിക്കുകയും പ്രപഞ്ച അത്ഭുതങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തു. മനസ്സിൻ്റെ ഊർജവും തീക്ഷ്ണമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. ഒരു പ്രത്യേക ഉപകരണത്തിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ലോകത്തോട് ആശയവിനിമയം നടത്തിയതും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചതും പുസ്തകങ്ങൾ എഴുതിയതും. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത ശാസ്ത്രരംഗത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് ആത്മവിശ്വാസവും പ്രതിസന്ധികളിൽ നിന്നും വിജയത്തിലേക്ക് ക്ഷമയോടെ മുന്നേറാനുള്ള മനസ്സുമാണ്. വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും തൻ്റെ ശാരീരികാവസ്ഥ തടസ്സമാകാൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരിക്കലും അനുവദിച്ചില്ല. തമോദ്വാരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ കൃതികൾ, ഏറ്റവുമധികം വിറ്റഴിഞ്ഞ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നിവയിലൂടെ ശാരീരിക പരിമിതികൾക്ക് ദൃഢനിശ്ചയമുള്ള മനസ്സിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്ന് ഹോക്കിംഗ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പരിശ്രമവും ജിജ്ഞാസയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് അതിരുകളും മറികടക്കാമെന്നും എത്ര ദൂരത്തുള്ള നക്ഷത്രത്തിലേക്കും മനുഷ്യർക്ക് കടന്നെത്താമെന്നും ഹോക്കിങ്ങിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2018 മാർച്ച് 14 76 വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ ലോകത്തോട് വിട പറഞ്ഞു.